സമാഹരണം, കൈകാര്യം ചെയ്യൽ, പരിപാലനം, ഉപയോഗം. നമുക്കിനി ഗ്രീൻ പാനൽ MDFന്റെ സമാഹരണം, കൈകാര്യം ചെയ്യൽ, പരിപാലനം, ഉപയോഗം എന്നിവയെക്കുറിച്ച് സംസാരിക്കാം. അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ട്രക്കിൽ നിന്ന് ഗ്രീൻ പാനൽ MDF ബോർഡ് അൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ബോർഡിന്റെ കോണുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നില്ല എന്ന് ഓർമ്മിക്കുക. ബോർഡുകൾ ഇടുകയോ ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെച്ചുകൊണ്ട് വലിച്ചിടുകയോ ചെയ്യരുത്. പകരം എപ്പോഴും അവ ഓരോന്നായിട്ട് എടുത്തു മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലായ്പ്പോഴും നിരപ്പായ പ്രതലത്തിൽ വേണം അടുക്കി വെക്കാനായി. ഒരിക്കലും നേരിട്ട് നിലത്ത് വെക്കരുത്. ബാറ്റണുകൾ ഉപയോഗിച്ച് എല്ലായ്പ്പോഴും ബോർഡ് സ്ഥാപിക്കുക. എല്ലാ ബാറ്റണുകളുടെയും കനം തുല്യമായിരിക്കണമെന്ന് ഓർമ്മിക്കുക. സ്റ്റാക്ക് നിർമ്മിക്കുമ്പോൾ പ്രത്യേകമായി തറയിൽ കല്ലുകൾ, ചരൽ, നഖങ്ങൾ, പേജുകൾ, പിന്നുകൾ തുടങ്ങിയ മൂർച്ചയുള്ള വസ്തുക്കൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുക്കിന്റെ മുഴുവൻ ഉയരത്തിനും കുറഞ്ഞത് 3 ബാറ്റണുകളെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്നെന്ന് ഉറപ്പാക്കുക. ഉദാഹരണത്തിന്, ബോർഡിന്റെ കനം 18 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ഓരോ 50 ബോർഡുകൾക്ക് ശേഷം അതിൽ ബാറ്റൺ ഇടുക. ഇനി ബോർഡിന്റെ കനം 2.5 mm മുതൽ 12 mm വരെ ആണെങ്കിൽ 1000 mm ഉയരത്തിന് ശേഷം അതിൽ ബാറ്റൺ ഇടുക. അടുക്കി വെക്കുന്നത് എപ്പോഴും ഗ്രീൻ പാനൽ MDF ബോർഡുകളുടെ വലിപ്പത്തിനനുസരിച്ച് വേണം. ഉദാഹരണത്തിന്, 8x4 ബോർഡിന് മുകളിൽ 8x4 ബോർഡ് സ്ഥാപിക്കുക. എപ്പോഴും ഗ്രീൻ പാനൽ MDF ബോർഡുകൾ ഒരേ ദിശയിൽ വൃത്തിയായി വയ്ക്കുക. അതിനു ചുറ്റിലും നടക്കാൻ ഇടം ആവശ്യമാണ്. ഈ സ്റ്റാക്കിന് മുകളിൽ ഭാരമൊന്നും വയ്ക്കാതിരിക്കാനും വളഞ്ഞ സപ്പോർട്ടുകൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. കാരണം ഇത് ബോർഡുകൾ വളയാനും കേടുപാടുകൾ സംഭവിക്കാനും ഇടയാകും. ഗ്രീൻ പാനൽ MDF ബോർഡുകൾ ഉടനടി ഉപയോഗിക്കേണ്ടതില്ലെങ്കിൽ അവ ടാർപോളിൻ അല്ലെങ്കിൽ പോളിത്തീൻ കൊണ്ട് മൂടി വായു സഞ്ചാരമുള്ളതും ഈർപ്പമില്ലാത്തതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക. MDF ബോർഡുകൾ തുറന്നിടരുത്. ബോർഡുകളുടെ കോണുകളും താഴെയുള്ള മറ്റ് ഷീറ്റുകളും കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ പാനൽ MDF ബോർഡുകൾ ശ്രദ്ധയോടെ നീക്കം ചെയ്യുക. ഗ്രീൻ പാനൽ പ്രീലാമിനേറ്റഡ് MDF ബോർഡുകൾ നീക്കം ചെയ്യുമ്പോൾ അതിന്റെ പാക്കിംഗ് കേടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രീലാമിനേറ്റഡ് ബോർഡുകൾ കുറച്ച് സമയത്തിന് ശേഷം ഉപയോഗിക്കണമെങ്കിൽ പാക്കിംഗ് തുറക്കുകയും ചെയ്യരുത്. ഗ്രീൻ പാനൽ MDF ബോർഡുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ വുഡ് പ്രൈമർ ഉപയോഗിക്കുക. ഇക്കാരണത്താൽ തുടർന്നുള്ള പെയിന്റിംഗ് സമയത്ത് കുറച്ച് പെയിന്റ് മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല, ഇത് ഉപരിതലത്തിൽ നന്നായി പിടിക്കുകയും ചെയ്യുന്നു.